നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ ആഗോളതലത്തിൽ ടോപ്പ് സ്കോററാണ് എർലിംഗ് ഹാലൻഡ്. എന്തൊരു കളിയാണ് അവൻ കളിച്ചത്. അവൻ്റെ ടീമായ നോർവേയും കൊണ്ട് ഇതാ 2026 വേൾഡ് കപ്പിന് അവൻ എത്തുകയാണ്. 2022 വേൾഡ് കപ്പിൻ്റെ സമയത്ത് എല്ലാവരും മിസ് ചെയ്ത കളിക്കാരനാണ് എർലിംഗ് ഹാലൻഡ്. മിന്നും ഫോമിലായിട്ടും അവന് വേൾഡ് കപ്പിനെത്താൻ പറ്റിയില്ല. അന്ന് അവൻ്റെ ടീം യോഗ്യത നേടിയിരുന്നില്ല. ഇന്നിപ്പോൾ യോഗ്യത നേടുമ്പോൾ അവൻ്റെ ക്ലബിൻ്റെ കോച്ച് പെപ് ഗാർഡിയോള പറയുന്നു ഹാലൻഡ് വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൽ കളിക്കുക എന്നുള്ളത് അവൻ അർഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവൻ ലോകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാളാണ്. അവൻ വേൾഡ് കപ്പിന് എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അവനിത് ഒരു വലിയ എക്സ്പീരിയൻസും ആയിരിക്കും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഇത് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലെയർ എന്ന നിലയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് അവൻ. അതുകൊണ്ട് തന്നെ അവന് വേൾഡ് കപ്പിന് എത്തുക എന്നുള്ളത് അവൻ അർഹിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പ് അവൻ അർഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവന് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യും. ഞാൻ വളരെ ഹാപ്പിയാണ് അവൻ്റെ ഈ നേട്ടത്തിൽ എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ട് കളിക്കുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ആ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് കോച്ച് തൻ്റെ സൂപ്പർ താരത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ആഴ്സണൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആഴ്സണൽ വളരെ സ്ട്രോങ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അവർ ഒരുപാട് പോയിൻ്റൊന്നും ഇത്തവണ ഡ്രോപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നവംബർ ആയി കഴിഞ്ഞു. ആൻഡ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരിയിലും മാർച്ചിലും ലീഗ് അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുമ്പോൾ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇപ്പോൾ കഴിഞ്ഞു. ഇനി മാർച്ച് വരെ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇല്ല. സോ റിയൽ സീസൺ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അടുത്ത മത്സരം വിജയിച്ചേ പറ്റൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. വീഡിയോസ് ആയിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.